ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വൈദിക പരിശീലനത്തിനിടയിൽ റക്ടറച്ചൻ സാധാരണ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങളെ ധ്യാനിപ്പിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഞങ്ങളുടെ റക്ടറച്ചൻ ചോദിച്ചു, മക്കളെ, ഈശോ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത്രമാത്രമാണോ, ഇത്രമാത്രമാണോ, അല്ലെ ഇത്രയാണോ? അദ്ദേഹം അതിന് ഉത്തരം കണ്ടെത്തിയത് ഇപ്രകാരമാണ്: ഈശോ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കുക. നിങ്ങളെ അത്രമാത്രം ഈശോ സ്നേഹിക്കുന്നുണ്ട്, ഒരളവുമില്ലാതെ എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് എത്രമാത്രം സ്നേഹത്തിൻ്റെ ആഴമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എത്രമാത്രം എന്നെ യേശു സ്നേഹിക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ വിശുദ്ധ യൂദ തദേവൂസിൻ്റെ തിരുശേഷിപ്പിന് മുന്നിലായിരിക്കുമ്പോൾ വിശുദ്ധ യൂദ തദേവൂസ് എത്രമാത്രം ഈശോയെ സ്നേഹിച്ചു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി അതിനുത്തരം കണ്ടെത്തുവാൻ പറ്റും. വിശുദ്ധ യൂദ തദേവൂസിൻ്റെ ചിത്രം കാണുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കോടാലിയുള്ളതായിട്ട് കാണുന്നുണ്ട്. പല ചിത്രങ്ങളിലും ആ കോടാലിയുടെ ആകൃതിയും അതിൻ്റെ ചിത്രവും പല രീതിയിലാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോടാലി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊരു കഥ പറയാനുണ്ട്. തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഈശോയെ താൻ സ്നേഹിച്ചു എന്ന് പറയുവാൻ തൻ്റെ കൈവശമുള്ള മഴു അതിനുത്തരം നൽകുകയാണ്. പേർഷ്യയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കും വിധം അങ്ങേയറ്റം ആക്രമണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സുവിശേഷ പ്രഘോഷണവുമായി വിശുദ്ധ സൈമണും വിശുദ്ധ യൂദ തദേവൂസും അവിടെ ഇറങ്ങിത്തിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ നീണ്ട നിരയായിരുന്നു പേർഷ്യ രാജാവിൻ്റെ മുമ്പിൽ അവർ പ്രകടിപ്പിച്ചത്. അത്ഭുതങ്ങളുടെ നീണ്ട നിരയാണ് അവർ അനുഭവിച്ചത്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവസാനം എതിരാളികളും ശത്രുതയും കൂടിക്കൊണ്ടേയിരുന്നു. വിശ്വാസത്തിന് വേണ്ടി പടപൊരുതുവാൻ, രക്തസാക്ഷിത്വം വഹിക്കുവാനായിട്ടുള്ള വഴികളിലേക്ക് അവർ നയിക്കപ്പെടുകയായിരുന്നു. വിശുദ്ധ യൂദ തദേവൂസ് ആ മഴുവിനാൽ തന്നെ വധിക്കപ്പെട്ടു, രക്തസാക്ഷിത്വം കൈവരിച്ചു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന മഴു, ആ വലിയ കോടാലിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുവാൻ പോലും അങ്ങേയറ്റം അഗാധമായ സ്നേഹം ഈശോയോടും ദൈവത്തോടും ഈ വിശുദ്ധ യൂദ തദേവൂസിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, സഹനങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സഹനങ്ങളിലും മുറിവുകളിലും ദൈവത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു എൽ റോയ് അനുഭവമാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ ഒരു എൽ റോയ് അനുഭവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹഗാർ കൈക്കുഞ്ഞുമായി മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടിയതിനെ പറ്റി വിവരിക്കുന്നുണ്ട്. ആ ഒരു പ്രദേശത്തെ എൽ റോയ് അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ എൽ റോയ് എന്ന് വിളിക്കുവാനായി ഹാഗാർ തീരുമാനിക്കുകയാണ്. എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടുമുട്ടി എന്ന് സൂചിപ്പിക്കുന്ന എൽ റോയ് എന്നുള്ള വാക്ക് അവിടെ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തെ മരുഭൂമിയിൽ കണ്ടുമുട്ടുന്ന അനുഭവമാണ് എൽ റോയ് അനുഭവം. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, കുരിശുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ബിനോയ് അച്ഛൻ ഒരു മനോഹരമായ കഥ ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ഒരു പള്ളിപ്പെരുന്നാളിന് കൊടിമരമില്ലാത്തതിനാൽ ഒരു കവുങ്ങ് മരം ഏതോ വീട്ടിൽ നിന്നും വെട്ടി യുവജനങ്ങളെല്ലാം തീക്ഷ്ണതയോടുകൂടി അത് വഹിച്ചു കൊണ്ടുവരികയാണ്. ഒത്തിരി നേരമായി അവരത് കൊണ്ടുവരാനായിട്ട് പോയിട്ട്, പക്ഷേ കുറേ സമയമെടുത്തിട്ടും എത്തുന്നില്ല. അച്ഛനിങ്ങനെ അവസാനം നോക്കി നിൽക്കുമ്പോൾ അകലെ നിന്ന് യുവജനങ്ങളെല്ലാം ഈ കവുങ്ങുമരം തോളിലേറ്റിക്കൊണ്ട് വരികയാണ്. പക്ഷേ കവുങ്ങുമരത്തിന് വലിയ ഭാരമൊന്നുമില്ലെങ്കിലും ഇവർ വളരെ വലിയ ഭാരമുള്ള ഒരു മരം ചുമന്നുകൊണ്ട് വരുന്നത് പോലെയാണ് അവർ വരുന്നത്. എന്തോ ഒരു പന്തികേട് അച്ഛന് മനസ്സിലായി. നോക്കിക്കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നടുക്ക് നിൽക്കുന്ന ഒരു വിരുതൻ
ഒരു യുവാവ് നിലത്ത് കാലുറപ്പിച്ചിട്ടില്ല. അവനിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും കൂടിയും കഷ്ടപ്പെട്ട് തോളിലേറ്റി പൊന്തിച്ചു കൊണ്ടുവരുന്ന കവുങ്ങ് മരത്തിൻ്റെ നടുക്ക് ഒരാൾ സുഖിച്ച് തൂങ്ങിക്കിടന്ന് വരികയാണ്. എന്ന് വെച്ചാൽ കവുങ്ങ് മരത്തിൻ്റെ ഒപ്പം തന്നെ ഇവനെയും കൂടി പൊക്കിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു വലിയ ഭാരമാണ് മറ്റുള്ളവർക്ക് വന്നത്. ഒരു വലിയ സഹനം. പലപ്പോഴും നമ്മൾ സഹനമായിട്ട് മാറാറുണ്ട്. പക്ഷേ ഈ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. 3 വിധത്തിലാണ് സഹനങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ പ്രതികരിക്കുന്നത് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് 3 വിധം എന്ന് വെച്ചാൽ, 1 മാനുഷികമായ വിധത്തിലാണ് മനുഷ്യൻ പ്രതികരിക്കുക. എങ്ങനെയാണ് മാനുഷികമായ വിധത്തിൽ? 2 പൈശാചികമായ വിധത്തിൽ. 3 ദൈവികമായ വിധത്തിൽ. നമുക്ക് ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായൊരു വിവരണം കിട്ടുവാൻ വേണ്ടി ഒന്ന് വിചിന്തനം ചെയ്യാം. പൈശാചികമായിട്ട് എങ്ങനെയാണ് ഒരു സഹനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രതികരിക്കുന്നത്? നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനെ അങ്ങേയറ്റം പ്രാഗി അവന് നാശമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് പൈശാചികമായിട്ടുള്ള പ്രതികരണം. ഭർത്താവ് വെള്ളമടിച്ച് അങ്ങേയറ്റം നാശം വിതയ്ക്കുന്നവരുണ്ട് എങ്കിൽ വീട്ടിലേക്ക് ഭർത്താക്കന്മാർ വരുമ്പോൾ ഭാര്യമാർ ഉറക്കെ പ്രഖ്യാപിക്കും, എൻ്റെ ദൈവമേ, ഏതോരം ഇടിമിന്നലുകൾ ഇങ്ങനെ പാഴായി പോകുന്നു, ഒരെണ്ണമെങ്കിലും അവൻ്റെ മയത്ത് പതിച്ചിരുന്നുവെങ്കിൽ എന്ന്. ചില അമ്മമാർ പറയാറുണ്ട്, ഏതോരം ഇടചിന്തുക്കളാണ് വെറുതെ ഒരു ലക്ഷ്യബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഒരെണ്ണമെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് കടിച്ചിരുന്നുവെങ്കിൽ. ചില വിദ്യാർത്ഥികൾ ക്ലാസ് മുടങ്ങാൻ വേണ്ടി എൻ്റെ അധ്യാപകർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകണമെന്ന് പോലും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിത് പറയുന്നതിന് കാരണം പൈശാചികമായിട്ട് പലപ്പോഴും നമ്മൾ സഹനങ്ങൾക്കെതിരെ പ്രതികരിക്കാറുണ്ട്. അത് തെറ്റാണ്, അത് പാപമാണ്. രണ്ടാമതായിട്ട് മാനുഷികമായ വിധത്തിൽ നമ്മൾ ഈ തരത്തിലുള്ള സഹനങ്ങളുടെ മേൽ പ്രതികരിക്കാറുണ്ട്. എന്താണ് മാനുഷികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിറുപിറുക്കും, നമ്മൾ പരാതിപ്പെടും, നമ്മൾ അതിനെതിരെ നമ്മുടെ വിയോജിപ്പും ഇഷ്ടക്കേടും കാണിക്കും. പക്ഷേ ദൈവം തന്നതല്ലേ, ഇരുകൈ നീട്ടി സ്വീകരിച്ചേക്കാം. ഇതാണ് അവസാനത്തെ ആ വലിയൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പിറുപിറുത്തുകൊണ്ട് അവസാനം ദൈവം തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അതാണ് മാനുഷികമായിട്ടുള്ളൊരു പ്രതികരണം. എന്നാൽ അവസാനമൊന്നുണ്ട്. പഴയ നിയമത്തിലെ ജോബിൻ്റെ പ്രതികരണമാണത്. ജോബിൻ്റെ ജീവിതത്തിൽ സകലതും എടുക്കപ്പെട്ടു. തൻ്റെ ഉടയവരെ, തൻ്റെ കൂടപ്പിറപ്പുകളെ, തൻ്റേതായ എല്ലാം ഇല്ലാതാക്കപ്പെട്ട അവസ്ഥ വന്നപ്പോൾ അവിടെ ജോബ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. എന്താണ് ജോബ് പ്രതികരിച്ചത്? ദൈവം തന്നു, ദൈവം തിരികെ എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, അതാണ് ദൈവികമായ പ്രതികരണം. സകലതും ദൈവം തന്നു, അവിടുത്തെ ഉപരിമഹത്വത്തിനായി സകലതും വിട്ടുകൊടുക്കുക. അങ്ങനെയൊരു പ്രതികരണത്തിലേക്ക്, എൻ്റെ കൂടപ്പിറപ്പുകൾ മരിക്കുമ്പോൾ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, എനിക്കൊരു രോഗമുണ്ടാകുമ്പോൾ ഞാൻ പ്രതികരിക്കേണ്ടത് അങ്ങനെയാണ്. സകലതും ദൈവം തന്നു, ദൈവം അത് തിരികെ എടുക്കുവാനുള്ള എല്ലാ അർഹതയുമുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക. ഇതാണ് മാനുഷിക തലത്തിൽ നിന്നും ദൈവിക തലത്തിലേക്ക് ഉയരുവാനുള്ള വലിയ മാർഗമെന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഇത്തരത്തിൽ സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യമുണ്ടാകണമെങ്കിൽ അവിടെ ഉദിച്ചുയരേണ്ടത് സ്നേഹത്തിൻ്റെ തലമാണ്. സ്നേഹമുണ്ടെങ്കിലാണ് അത്തരത്തിലൊരു ചിന്ത നമുക്ക് വരികയുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുക്കൽ ഞാൻ വെറുതെ ചോദിച്ചു, നീ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ആ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ അമ്മയെ വെറുത്തിരുന്നുവെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വെറുക്കുകയും പിന്നീട് സ്നേഹിക്കുകയും ചെയ്തത്? അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ എപ്പോഴും ചീത്ത പറയുമായിരുന്നു. പക്ഷേ എൻ്റെ പരീക്ഷയുടെ സമയത്ത്, ഞാനൊരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത്, ഞാൻ പരീക്ഷ എഴുതുന്ന നിമിഷം മുതൽ അവസാന നിമിഷം വരെ പള്ളിയിൽ പോയി ഉപവസിച്ച് കുരിശിൻ കീഴെ മുട്ടുകുത്തി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു സഹനം ഏറ്റെടുത്തു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോട് എനിക്ക് വെറുപ്പ് മാറി, എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹമായി. പ്രിയമുള്ളവരെ, ഇന്ന് പുത്തൻ ഉടുപ്പോ, പുതിയ ഗാഡ്ജറ്റ്സോ, പുതിയ മൊബൈലോ, പുതിയ ലാപ്ടോപ്പോ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരെന്നെ സ്നേഹിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് മൂലം എന്നെ അവർ സ്നേഹിക്കുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. മറിച്ച് ആ വ്യക്തിക്ക് വേണ്ടി സഹനമേറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാവുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും എൻ്റെ ഈ ഒരു സഹനത്തെ മറക്കുകയില്ല. കാരണം സഹനമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകടനമാണ്.
ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രകടനമാണ് സഹനമെന്ന് പറയുന്നത്. സഹനത്തിൽ യഥാർത്ഥമായിട്ട് വിളിച്ചോന്നുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രിയമുള്ളവർ, വിശുദ്ധ റോസാ പുണ്യവതി കുരിശിലേക്ക് നോക്കി പറയുന്നത്, ഞാൻ കാണുന്നത് സ്വർഗമാണ്. സ്വർഗമാണ് കുരിശിലേക്ക് കാണുന്നത്. ഒരു ഗോവണിയെപ്പോലെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുവാൻ കുരിശുകൾ അനിവാര്യമാണെന്ന് പറയുന്ന വിശുദ്ധ റോസാ പുണ്യവതി. മാതാവിൻ്റെ കുരിശുകളൊന്ന് എടുത്തു നോക്കിക്കേ. തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ ഒരമ്മയ്ക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളും കുരിശുകളും ഒന്ന് എണ്ണി നോക്കിക്കേ. അവരുടെ കൂടെപ്പിറപ്പായ യേശു അവരെ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ കതകടച്ച് പെന്തക്കോസ്താ ദിനം അവരെല്ലാവരും വിറയലോടെ ആ ദിവസമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തിനു പറയുന്നു? ആദിമസഭയുടെ കഷ്ടപ്പാടുകളും കുരിശുകളും സഹനങ്ങളും നിങ്ങൾ റോമിൽ പോയാൽ കാണാൻ പറ്റും. കൊളോസയം അത് വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ്, വളരെയധികം മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഭവം നൽകുന്ന അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന ഒരിടമാണ്. എന്താണ് ആ ഇടം? ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ട് അങ്ങേയറ്റം മ്ലേച്ഛകരമായ സഹിക്കാവുന്നതിനപ്പുറത്തുള്ള പല ചിത്രങ്ങളുമാണ് മനസ്സിലേക്ക് ഓടി വരിക. പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അത് ഏറ്റെടുക്കുവാനുള്ള മനസ്സുണ്ടാകുന്നത് സ്നേഹത്താൽ ചാലിക്കപ്പെടുമ്പോഴാണ്, സ്നേഹം നിറഞ്ഞു തുളുമ്പോഴുമ്പോഴാണ്. എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, സഹനം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ യൂദാ തദ്ദേവൂസ് തൻ്റെ കയ്യിലേന്തിയിട്ടുള്ള മഴു, ആ കോടായിലിയിൽ നിന്നും വെളിപ്പെടുത്തുന്ന സത്യം, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും ത്യാഗം ചെയ്യാൻ സന്നദ്ധനാണെന്നുള്ള വലിയ സത്യമാണ്. പ്രിയമുള്ളവരെ, അതൊരു വലിയ ചിന്തയാണ്. എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, ജീവൻ പോലും ത്യാഗം ചെയ്യുവാനായിട്ട് എനിക്ക് മനസ്സുണ്ടോ? അങ്ങനെ ഒരു ത്യാഗം ചെയ്യുവാൻ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവികമായ പ്രതികരണത്തിലൂടെ സഹനങ്ങളെ നോക്കിക്കാണുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, സഹനങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിക്കും. സഹനങ്ങളിൽ ദൈവത്തെ കാണും. മുറിവുകളിൽ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവപ്പെടും. സഹനങ്ങളുണ്ടാകുമ്പോൾ മനക്കട്ടിയുണ്ടാകും. സഹനങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹവും കരുതലും ആർദ്രതയും അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തും. വിക്കേരിയസ് സഫറിങ്, മറ്റുള്ളവരുടെ സഫറിങ്, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുവാൻ, എന്നെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള അവസരങ്ങൾ ഈ സഹനങ്ങളിലൂടെ നമുക്ക് കൈവരും. പ്രിയമുള്ളവരെ, സഹനങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്: എൻ്റെ സ്നേഹിക്കുന്ന, എന്നെ വളർത്തുന്ന വാത്സല്യനിധിയായ യേശുവിൻ്റെ മുമ്പിൽ എന്നെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള വലിയ മനോഭാവം. നമുക്ക് വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ തിരുശേഷം മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ ആ വലിയ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ജീവിത ബോധ്യമാണ്. എങ്ങനെയാണ് വിശുദ്ധ യൂദാ തദ്ദേവൂസ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയോടെ ഈശോയെ സ്നേഹിക്കുവാൻ, അസാധ്യ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കുന്ന വലിയ സാന്നിധ്യമാകുവാൻ വിശുദ്ധ യൂദാ തദ്ദേവൂസിനെ നയിച്ചുവെങ്കിൽ ഈശോയോടുള്ള അഗാധമായ സ്നേഹം തന്നെയാണ്. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ ഈശോയെ, ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കാം. വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ ശരീരം പേർഷ്യയിൽ വധിക്കപ്പെട്ടതിന് ശേഷം റോമിലേക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക് കൊണ്ടുപോയി. അവിടെ ഇപ്പോഴും ആ ശരീരം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ്. അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതങ്ങൾ നേടുന്നവർ നിരവധിയാണ്. അവർക്കുണ്ടാകുന്ന അനുഭവം മറ്റൊന്നുമല്ല, ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ ജീവിതം മാതൃകയാക്കുവാനുള്ള വലിയ വെല്ലുവിളിയുമാണ് ഈ റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ നൊവേന ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരേണ്ടതും ഇത് തന്നെയാണ്. വിശുദ്ധ യൂദാ തദ്ദേവൂസിനെ പോലെ ജീവിതം പോലും ത്യാഗം ചെയ്യുവാൻ, സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ, സഹനങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയിൽ ദൈവീകമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുവാൻ ഞാൻ തയ്യാറാണോ? ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ മുറുകെ പിടിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. ഭക്തിയോടുകൂടി ആയിരിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെ സാന്നിധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, എൻ്റെ മുറിവുകളിൽ ഞാൻ അങ്ങയെ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ സഹനങ്ങളിൽ ഞാൻ ഈശോയെ ചേർത്ത് വയ്ക്കുന്നു.
എൻ്റെ സഹനങ്ങളിൽ ഞാനൊരു എൽറോയ് അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈശോയെ, ഞാൻ അങ്ങയെ കണ്ടുമുട്ടുന്ന ഇടം എൻ്റെ സഹനങ്ങളാണ്, എൻ്റെ ക്ലേശങ്ങളാണ്, എൻ്റെ ബുദ്ധിമുട്ടുകളാണ്. യെശയ്യാ പ്രവാചകൻ്റെ 30-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല എന്ന്. ഈശോയെ, അങ്ങ് എന്നിൽ നിന്ന് ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ലെന്നുള്ള സത്യം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളിൽ, എൻ്റെ ക്ലേശങ്ങളിൽ, എൻ്റെ ജീവിത ദുരിതങ്ങളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വലിയ സ്നേഹത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും നയിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, അങ്ങയുടെ മാധ്യസ്ഥം, അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥം എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈശോയെ സ്നേഹിക്കുവാൻ, കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ, ക്ലേശങ്ങളിലും സഹനങ്ങളിലും അങ്ങുണ്ട് എൻ്റെ കൂടെ എന്നുള്ള ബോധ്യത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥം വഴി ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ യാചനകളും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ജീവിത അഭിലാഷങ്ങളും അങ്ങ് സാധിച്ചു തരണമേ. മറിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പാപങ്ങളും ഈശോയെ അങ്ങ് ക്ഷമിച്ച് അതിനെ കാരുണ്യപൂർവ്വം കഴുകി തുടയ്ക്കണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഭക്തിയോടുകൂടി സ്നേഹത്തിൻ്റെ വലിയ അടയാളമെന്ന വണ്ണം നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാം. ഈ നൊവേനയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്തയിൽ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാരൂപിയായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പസ്തോലന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മറിയം യൗസേപ്പിന്റെ കുടുംബാംഗമേ, ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കണമേ. മഹായോഗ്യനും മഹത്വമുള്ളവനുമായ അപ്പോസ്തല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യ ഗുരുവിന്റെ ആപ്തശിഷ്യ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ വിശ്വസ്ത അനുഗാമിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപരിപാലനയിൻ കീഴിലെ തീർത്ഥാടക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ സാക്ഷി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിനയ സഹനങ്ങളുടെ ആദർശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധിയുടെ ലില്ലിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസ്നേഹദീപത്തിന്റെ ജ്വാലയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ താരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ ഭാജനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നരകത്തിന് ഭയമുളവാക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിഭ്രാന്തരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭീരുക്കളുടെ അഭയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിരാശരുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാത്ഭുതങ്ങളുടെ പ്രവർത്തകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവാനുഗ്രഹങ്ങളുടെ ഉദാര മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വസ്ത സഹപ്രവർത്തക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവശ്യക്കാരുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങളിലെ സന്നദ്ധ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശരണമില്ലാത്ത കാര്യങ്ങളിൽ ശക്തിയുള്ള ന്യായവാദി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ ബഹുമാനിക്കുന്നവരിൽ സ്നേഹം നിറഞ്ഞ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ എത്രയും പ്രത്യേക മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യാവശ്യ കാര്യങ്ങൾക്കായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ യൂദാസ്ലിഹായുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യൂദാസ്ലിഹായോടുള്ള പ്രാർത്ഥന വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ കുടുംബാംഗമേ, ഈശോയുടെ കുടുംബാംഗമേ, വിശുദ്ധ തദേവൂസേ, തദേവൂസേ, അങ്ങയുടെ ഭക്തരുടെ ഭക്തരുടെ വിശ്വസ്തവാദിയും വിശ്വസ്തവാദിയും മഹാസങ്കടത്തിൽ ഉഴലുന്നവരുടെ പ്രത്യേക സംരക്ഷകനും പുണ്യങ്ങൾ കൊണ്ടും അത്ഭുത ശക്തികൾ കൊണ്ടും പ്രഖ്യാതനുമായ വേദസാക്ഷി അപ്പോസ്തല ശരണമറ്റവരെ സഹായിക്കുവാൻ അങ്ങേക്കുള്ള കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ ഒരു നിമിഷം മൗനമായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ നമുക്കിപ്പോൾ ഉണർത്തിക്കാം. എന്നെ സഹായിക്കണമെന്ന് ഹൃദയപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ല. എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയെ എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങിക്കൊള്ളാമെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ പ്രാപ്തമായ വിധം ശക്തിയായി വാദിക്കുന്ന അങ്ങയോടുള്ള ഭക്തിയെ പ്രചരിപ്പിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ശരണമറ്റവരുടെയും ഭാഗ്യഹീനരുടെയും മധ്യസ്ഥനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള
ഭക്തജനങ്ങളാൽ ഭക്തജനങ്ങളാൽ വണങ്ങപ്പെടുന്നവനും ഈശോയുടെ വിശ്വസ്തദാസനും സ്നേഹിതനുമായ വിശുദ്ധ യൂദാ തദേവുസേ, അപ്പോസ്തല, എന്റെ സങ്കടങ്ങളിലും പീഡകളിലും സമാധാനത്തെയും എന്റെ ഈ അത്യാവശ്യത്തിൽ സഹായത്തെയും നിത്യജീവിതത്തിൽ അങ്ങയോടും മറ്റു തെരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ എന്റെ മരണസമയത്ത് ആശ്വാസവും അനുഗ്രഹവും അങ്ങയുടെ യോഗ്യതകളാൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു തരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ യൂദാ തദേവുസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവുസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവുസേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിരസ് നമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മാധ്യസ്ഥ്യം വഴി നമ്മുടെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ നിമിഷം ദൈവം ചൊരിയുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രമ്യമേളം ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയ കേദാരമേ, ശുദ്ധയൂദാ വന്ദ്യഗുരു, പാലക ഞങ്ങളെ പാർത്തിടണേ. രമ്യമേളം ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയ കേദാരമേ, ശുദ്ധയൂദാ വന്ദ്യഗുരു,